ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുതിയ ബില്ല് BJP പാസ്സാക്കിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നു. ഈ ബില്ല് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ദിവസം ഒരു ആണിന് നാളെ ഒരിക്കൽ ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു പെണ്ണായിട്ടോ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടോ മാറുന്നില്ല. പകരം അവൻ 22FK കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ് ബോഡീസിൽ പോയി സബ്മിറ്റ് ചെയ്ത് ഇത് ക്രോസ് ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ നൂലാമാലകളിലൂടെ കടന്നു പോയാൽ മാത്രമായിരിക്കും ആ ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുക. അങ്ങനെ ഒരു കാര്യങ്ങളോട്ടൊക്കെ പോവുക. അപ്പം ഇങ്ങനൊരു ബില്ല് BJP പാസ്സാക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് പല ട്രാൻസ്ജെൻഡേഴ്സിനും ഇത്തരത്തിലുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തട്ടിയെടുക്കപ്പെടുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ഫസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. എന്താണെങ്കിൽ ഇങ്ങനൊരു ബില്ല് പാസ്സായതിൻ്റെ പേരിൽ പണി കിട്ടിയേക്കുന്നത് ജാസീനെ പോലെയുള്ള കുറേ എണ്ണങ്ങൾക്കാണ്. എന്താണെങ്കിൽ ആ ന്യൂസ് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. പ്രതിപക്ഷ എതിർപ്പിനിടെ ട്രാൻസ്ജെൻഡർ ബിൽ ലോക്സഭ പാസാക്കി. ജനിതക ശാരീരിക വ്യത്യാസങ്ങൾ മാത്രം ഉള്ളവരെ ഉൾപ്പെടുത്തിയാണ് ബിൽ പാസാക്കിയത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൃത്യമായ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനാണ് ഭേദഗതിയെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. കിന്നർ, ഹിഡ്ജ, അരവാണി, യോക്ത തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക സ്വത്വമുള്ളവരെ മാത്രമേ ഇനി ട്രാൻസ്ജെൻഡറായി കണക്കാക്കൂ. വ്യക്തിപരമായ താല്പര്യമോ സ്വയം പ്രഖ്യാപിത ലിംഗസ്വത്വമോ ഇതിനായി അംഗീകരിക്കില്ല. ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാൻ ബില്ലിൽ അനുമതി നൽകുന്നുണ്ട്. സ്വയം ലിംഗപദവി നിർണ്ണയിക്കാനുള്ള അവകാശം ബില്ല് തകർക്കുന്നുവെന്നും ഇത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ആൾക്കാർക്കും BJPയുടെ അടുത്തൊക്കെ ഇവര് കൊള്ളാം എന്ന് തോന്നിപ്പിച്ചേക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്തിലെ ഒരു 90 അല്ലെ 95% ആളുകളും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പച്ച അപരാധങ്ങളായിരുന്നു അല്ലേ. അങ്ങനെയുള്ളവർക്ക് കിട്ടിയേക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നല്ലതായിട്ടുള്ളൂ. അവർക്കൂടെ അപമാനം ഉണ്ടാക്കുന്ന ഈ ജാസീനെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കിട്ടിയേക്കുന്ന വലിയൊരു തിരിച്ചടിയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 കേരളത്തിലെ ഈ വോട്ടർ പട്ടിക ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇതിൽ മൊത്തം ഉള്ളത് 2,71,42,952 പേർക്കാണ് വോട്ട് ഉള്ളത്. അതിൽ 1,39,21,868 സ്ത്രീകളും 1,32,20,811 ആണുങ്ങളുമാണ് ഇതിനകത്ത് വോട്ടിങ്ങിലുള്ളത്. ഇനി ട്രാൻസ്ജെൻഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 273 ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, 273 പേര് മാത്രം. ഈ 273 പേരിൽ ജാസി ഇല്ല. ഓക്കെ, ജാസിയിലെ പോലെയുള്ള പല എണ്ണങ്ങളും ഇല്ല. അപ്പോൾ ഇവർ കുറേ പ്രൈഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് റോഡിൽ ഭയങ്കര ഷോ ഓഫും കുറേ അപരാധങ്ങളും കാണിച്ചു കൂട്ടാറുണ്ടല്ലോ. കൊട്ടാരക്കരയിൽ ഇറങ്ങിയിട്ട് കാണിച്ചിരുന്ന കുറേ അപരാധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ കൂടിയേക്കുന്ന ആൾക്കാരിൽ ഇതിൽ ഒരു 90 അല്ലെ 95% ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് അല്ല. ഓക്കെ, ഒന്ന് ആലോചിക്കുക. എന്നിട്ടാണ് ഈ അപരാധങ്ങൾ മൊത്തം ഈ റോഡിൽ ഇറങ്ങി ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല കുറച്ച് ആൾക്കാർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇതിൽ മെജോറിറ്റി ആൾക്കാരും കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജാസിലോട്ട് വരുന്നതിന് മുന്നേ ഇവർ ഈ ബില്ല് പാസ്സാക്കാൻ പോകുമ്പോഴത്തേക്കിന് ഇതിന്റെ ഒരു സമരവും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുത്തം വന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് ആളൊരു ബലിതപ്രിയനാണ് കേട്ടോ. കാര്യം ഇത്രയും ആ ഒരു ചൂടുള്ള ആ ഒരു വെയിലത്ത് ഇത്രയും ആളുകൾ കൂടി നിൽക്കെ അത്രയും ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് മനോഹരമായിട്ടുണ്ട്. ശ്രീകൃഷ്ണന് ഇതുപോലെ ആധാർ കാർഡ് ഇതൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിടെ ആ കാലത്തൊന്നുമില്ല. ഈ ആധാറൊക്കെ വന്നിട്ട് എത്ര കൊല്ലമായി, അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. അതുപോലത്തെ വിവരക്കേട് കോമഡിയൊക്കെയാണ് ഇവർ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ജാസി, എൻ്റെ പൊന്നടാവേ, ജാസിക്ക് കിട്ടിയൊരു അടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഗർഭണനായി കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്കിന് 10 മാസം കഴിയുമ്പോഴത്തേക്കിന് ഒരാൾ തൂങ്ങിപ്പിടിച്ചിറങ്ങി വരും വൈറ്റിൽ നിന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ജാസിക്കോ ചേട്ടൻ. അപ്പം ജാസിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കഴിഞ്ഞ സീസണിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച മണി 18 നോക്കിയിട്ട് പാളിപ്പോയേക്കായിരുന്നു ജാസിക്ക്. ഈ കൊല്ലം ഇതുപോലെ ഗർഭണനായിട്ട് അവതരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പല വിവാദങ്ങളോട് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും മീഡിയസിന്റെ മുന്നിൽ ഫേസ് കൊടുക്കാൻ നോക്കി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് ഹെലൻ ചേച്ചിയായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ.
അപ്പം അങ്ങനെയൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഇടയ്ക്കാണ് ജാസിക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത സീസണിലോട്ട് ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ എങ്ങനെ ജാസി കയറി പോകും എന്താണെങ്കിലും ജാസിയുടെ ഇതിനകത്തിലെ കുറച്ച് വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. ഇത്രയും ദൂരം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻസർക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു നയം ഇപ്പോൾ പുതിയ അവർ ഇറക്കാൻ വേണ്ടി പോവാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശങ്ങൾ നേടിയൊക്കെ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് ട്രാൻസ് പീപ്പിൾ വന്നിട്ടുണ്ട്. നാക്കൊക്കെ കുഴഞ്ഞ് ടങ് സ്ലിപ്പ് ആവുന്നുണ്ട് നമ്മുടെ ജാസിയുടെ. എന്നാണെങ്കിൽ ഓക്കെ കുറെ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്കിനും അത് പോരാടണം അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ജാസി കൊച്ചാട്ടൻ ഇവിടെ അവതരിച്ചേക്കുന്ന എന്തിനാണ്? മീഡിയയിൽ ഒരു വിസിബിലിറ്റി കിട്ടി, അതിനകത്തുനിന്ന് കണ്ടോ ഞാൻ പോരാടി ധീര പുരുഷനാണ്, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പോരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബിഗ് ബോസിലോട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ കാട്ടിക്കൂട്ടലുകളാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പറയാൻ നിങ്ങൾ കേട്ടോ, ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പരിപാടികളിൽ ജാസി പങ്കെടുത്തു എന്നുള്ളത്. ഈ പ്രോഗ്രാമുകളിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. സുഹൃത്തുക്കളാണ് ഞങ്ങള്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വിസിബിലിറ്റി കാണിക്കുന്ന പ്ലേസുകളൊന്നും തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ വ്യക്തികളെ കാണാറില്ല പൊതുവെ. പല കാര്യങ്ങളും ഇത് മുന്നേണ്ട ക്രൈസുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ പോയി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ കൃത്യമായി വിസിബിലിറ്റിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രൈഡും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മീഡിയയിലൂടെയൊക്കെ അറിയിക്കുന്നത്. പക്ഷെ വരാറില്ല, വന്നിട്ടില്ല അല്ലേ. ജാസി സംസാരിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജാസി പേഴ്സണലി എൻ്റെ സുഹൃത്താണ്, എനിക്കൊരു യോജിപ്പും കാര്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ്സ് ഒരു മീഡിയ സിനിമയുള്ള വ്യക്തിയെന്ന നിലയിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു പരിപാടിക്കും ജാസി പങ്കെടുക്കാറില്ല, എന്നിട്ടാണ് ഇവിടെ കിടന്ന് വലിയ വീരവാദം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പരിപാടിക്കകത്തും പങ്കെടുക്കാതെ ഇതിനകത്തൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം നമ്മൾ മനസ്സിലായല്ലോ. ഇതിനകത്തുനിന്ന് കുറച്ച് ഇച്ചിരി കത്ത് നിൽക്കുക അതൊക്കെ ഉദ്ദേശിച്ച് വന്നേക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിനകത്തിലെ വേറൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തെ സീസണുകളിൽ പങ്കെടുത്തേക്കുന്ന ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വന്നേക്കുന്ന ആൾക്കാർ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. കാര്യം ബിഗ് ബോസിലൊന്നും ഇതുപോലെ ഇവർ ഈ പറയുന്ന പ്രകാരം ഡ്രസ്സൊന്നും മാറ്റിയിട്ട് നോക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇവരങ്ങോട്ട് പറയുകയാണ് ഞാൻ ട്രാൻസ് ആണ്, ഞാൻ എൻ്റെ വേഷവിധാനം കണ്ടില്ല, ഞാൻ പെണ്ണിനെ പോലെയാണ് വേഷം ധരിച്ചേക്കുന്നത്, സോ ഞാൻ ട്രാൻസ് ആണ്, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇറങ്ങി പോയൊക്കെ അല്ലേ. അങ്ങനെ കുറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ ഞാൻ ആളെ അറിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഈ രീതിയിൽ. അപ്പോൾ അതിനകത്ത് കുറേ കോമഡി ഉണ്ട്, ഓപ്പണായിട്ട് പറയാനെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടോ ഈ ചൂട്, ഒടുക്കത്തെ ചൂടെടുത്തിട്ട് മനുഷ്യന് വിട്ട് നുരുക. ഇനി ജാസിക്കുച്ചാട്ടൻ്റെ അടുത്ത പറയുന്ന കേൾക്കാം. കഴിയാൻ വേണ്ടി 27 കഴിയാൻ വേണ്ടി കാത്തിരുന്നാണോ പറുതി ഇട്ടിട്ട് ഇറങ്ങിയത്? ഞങ്ങളുടെ അവകാശങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇറങ്ങണം. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിക്കണം, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശബ്ദം ഉയർത്തണം. ഏത് ഞങ്ങള് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ജാസിനെ വേണ്ട, ജാസി ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമാണെന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് പറയണത്. ഇനി അടുത്തൊരു സാധനം കണ്ടോ, ഇവിടുന്ന് പട്ടിയെ പോലെ താറ്റി വിടുന്നുണ്ട്. ശബ്ദം ഉയർത്തുക, വേറെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ മനസ്സിലായി. ഞാൻ പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചൊറിയാണ്, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ, മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ, ആൾത്താമസം നല്ല ആൾത്താമസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചോദിക്കുന്ന ആൾ മുഖം മറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നോട്. ആ മുഖം വിസിബിൾ ആക്കി സംസാരിക്കാൻ കൂടെയുള്ള ഒരു ഇതില്ല, ഗഡ്സ് ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുഖം കാണിച്ച് ട്രാൻസ് ആണ് പണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. അല്ലടേ, നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് അപരാധമൊക്കെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് സ്ത്രീത്വത്തെ പോലും അപമാനിച്ചുകൊണ്ട് ഞാൻ ഗർഭണനായിട്ട് മാറി, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് അപരാധമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതെ, ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പോലും ഇതൊന്നും കണ്ടുകൂടാ. അവർക്ക് അപമാനം ഉണ്ടാക്കിയിട്ട് അപരാധമായി മാറിക്കൊണ്ടിരിക്കുന്ന ജാസി ട്രാൻസ് ആണെന്ന് പോലും. നാളെ തൊട്ട് തുണി അഴിച്ചു വെച്ചിട്ട് മര്യാദയ്ക്ക് ആണുങ്ങളെ പോലെ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൽ തന്നേക്കുന്ന ഉത്തരവ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നടന്നിട്ട് ഇതിട്ടുകൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് എവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഈ പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഓക്കെ, എന്നാലും എൻ്റെ ജാസി ദുബായിലോട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെ? ഇനിയിപ്പോൾ എന്താണെങ്കിലും ആണായിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ ജാസിക്ക്. അത് മാത്രമേ ഉള്ളൂ. വേഷമൊക്കെ മാറിയിട്ട് ഇനി ദുബായിലോട്ടൊക്കെ തിരിച്ചു പോകണമെങ്കിൽ വേഷം മാറിയിട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ജാസിക്ക് ഇവിടെ നിലവിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ പറയുന്ന വർത്താനങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കേ. ഈ
നല്ല കിടിലൻ മുദ്രാവാക്യമാണ്, കൈകൊട്ട് പറ്റിയതാണ്, ചേർന്നൊരു സാധനമാണ്. ആൻഡ് ഈ പൊക്കി കാണിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇങ്ങേര് ഊഞ്ഞാല് ആടിക്കൊണ്ട് നിൽക്കുന്നൊരു റീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൊക്കി കാണിക്കണം എന്ന് പറയുമ്പോൾ ഓൺലൈൻ മീഡിയസ് ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഊഞ്ഞാലിലാടിയിട്ട് പൊക്കി കാണിച്ചുകൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല. റോഡിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് പറയുന്നത് പൊക്കി കാണിക്കണോ, ഞങ്ങൾ സമരം മറ്റേ മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കാണിക്കാൻ പറ്റുന്ന 2-3 സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറില്ലേ, നമ്മൾ ഈ ഉള്ളിൽ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിന് നമ്മൾ തല്ലിക്കൊടന്നൊക്കെ ഇടണം, ചിലപ്പോൾ ഉറുമ്പോ പല്ലിയോ പാറ്റയോ പഴുതാരയോ അനക്കോണ്ടയോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം എന്തെങ്കിലും ഉറുമ്പോ പല്ലിയോ പാറ്റയോ പഴുതാരയോ അനക്കൊണ്ടയോ വല്ലോ കാരണം അതായിരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നടറോടി കിടന്നിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതേ വ്യക്തിയുടെ അടുത്തൊരു വീഡിയോ ഉണ്ട്, നമുക്ക് അതുകൂടെ കാണാം. വസ്ത്രത്തിന്റെ സിബ് ഊരിപ്പോയതാണോ? ഇതിന്റെ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോ പറയും ഇത് തീറ്റി ഇറക്കി വലിച്ചിട്ടുന്ന്. ഒരിക്കലും അല്ല, ഡ്രസ് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്. ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്, അതുകൊണ്ട് ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സ് അല്ല. എന്താണെങ്കിൽ ആ ബോധ്യം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. പിന്നെ എന്തോന്നടേ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ. മുമ്പൊരിക്കൽ ഒരു വീഡിയോക്കകത്ത് ഞാൻ കുറച്ചധികം മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഓഡിയൻസിന് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ നിൽക്കാത്തത്. ഓക്കെ, ബാക്കി കാണാം. വീഡിയോ ഇട്ടിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഈ കുനിഞ്ഞത്. നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക, നമ്മളെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക. അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ച ചൂടിൻ്റെ ആയിരിക്കുന്നത്, പിന്നെ മനസ്സിലായി ഈ അപരാധം കണ്ടിട്ട് എൻ്റെ തൊലി ഉരിയുന്നതെന്ന്. ഉച്ചയോട്ട് ഉപ്പൂറ്റി വരെയുള്ള തൊലി ഉരി ഈ അപരാധങ്ങൾ കണ്ടിട്ട്. ഇനി അടുത്തൊരു സാധനം കൂടെ ഉണ്ട്. ടാറ്റു ഞാന് ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്ത ടാറ്റു ആണ്, ബാംഗ്ലൂർ വെച്ചിട്ട്. അന്ന് ബ്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ കുഞ്ഞൊരു ഹാർട്ടായിരുന്നു. പിന്നെ അത് സർജറി ചെയ്തു. അപ്പൊ നമ്മുടെ സ്കിന്ന് വലിയുമല്ലോ, അപ്പൊ സ്കിന്ന് വലിഞ്ഞപ്പോ ഈ ഹാർട്ട് കുറച്ചും കൂടി സ്പ്രെഡ് ആയിരുന്നു. അതാണ് ഈ റെഡ് ഒക്കെ മങ്ങി കിടക്കുന്നത്. അടിച്ചപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ കാണിക്കും? അല്ല, ഈ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് അറിയത്തില്ല ഇത് എന്തൊക്കെയാണ് ഇനി നിങ്ങൾ തുറന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞിട്ട് വെറുതെ അല്ല, ഈ ഒരു ബില്ല് പാസ്സാക്കി എന്തുകൊണ്ട് നന്നായി. ഈ ഒരു കാര്യത്തിൽ മാത്രം BJP കൊള്ളാം, നിങ്ങൾ നല്ലൊരു പരിപാടി ചെയ്തു എന്ന് പറയാൻ തോന്നി. വളരെ പറയല്ലോ. കമ്മ്യൂണിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ആ ആൾക്കാർക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കിയിട്ട് അവർ പോലും ആലോചിക്കും ഈ അപരാധങ്ങൾ കാരണം നമുക്കോടാണല്ലോ നാണക്കേടെന്നുള്ളത്. ഇവറ്റകൾ കാരണം അവർക്കൊക്കെയാണ് ജീവിക്കാനെക്കൊണ്ട് മുന്നോട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പം വീണ്ടും പഴയ ഒരു ഇവർക്ക് എത്തിക്കുന്ന കുറേ അവഗണന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ രീതിയിലൊരു അപരാധം എന്ന നിലയിൽ പലർക്കും അവരെ പോലും തെറ്റിദ്ധരിച്ച ആൾക്കാർ ചിന്തിക്കാൻ കാരണം ഈ ജാസി അങ്ങനെയുള്ള കുറച്ച് ഈ പറഞ്ഞേക്കുന്ന ഇത് തുറന്ന് കാണിച്ച് പറയുന്ന ഈ ആൾക്കാരെ പോലുള്ളവരൊക്കെ കാരണമൊക്കെ തന്നെയാണ്. എന്താണെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കിയ എന്തുകൊണ്ട് വളരെ നന്നായി. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി.